പെലാജിയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കത്തോലിക്ക സഭയിൽ വളരെയേറെ വിള്ളലുകൾ ഉണ്ടാക്കിയ തെറ്റായ പഠിപ്പിക്കൽ നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹം അയർലൻഡിൽ നിന്ന് ഈ ബ്രിട്ടനിലെത്തി ഈ കത്തോലിക്ക വിശ്വാസം, പ്രത്യേകിച്ച് മാമോദീസയൊന്നും രക്ഷയ്ക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മെത്രാന്മാർ ഒരുമിച്ച് കൂടുകയും ഈ അയർലൻഡിനെ വിശ്വാസമില്ലാതെ കാട്ടുജാതികളായി ജീവിക്കുന്ന, ദൈവത്തെ ആരാധിക്കാതെ സൂര്യനെയും മറ്റ് ഗോളങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഈ മനുഷ്യരെ മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് മിഷണറിമാരെ അയക്കണം എന്ന് ഈ ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു. ബിഷപ്പ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് പാട്രിക്കിനെയാണ്. പാട്രിക് അത് സ്നേഹപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു. പാട്രിക് ഒരു കപ്പലിൽ ഈ പറയുന്ന നാട്ടിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന അയർലൻഡിലേക്ക് എത്തിച്ചേർന്നെങ്കിലും ആദ്യമെത്തിയ തുറമുഖത്തെ പ്രഭു അവനെ കണ്ടതേ അവിടെ കാലുകുത്തരുതെന്ന നിർദ്ദേശവുമായി തിരിച്ചയച്ചു. പിന്നീട് അവിടെ നിന്ന് ചുറ്റി അദ്ദേഹം അയർലൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അദ്ദേഹം അവിടെ ഇറങ്ങി. ഒരു ദിവസം അവിടെയുള്ള ഒരു മലയിൽ തീ പൂട്ടി. അത് മാർച്ച് 25 മാർച്ച് 25 ഈ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം പുരാതന വിശ്വാസമനുസരിച്ച് അന്ന് ആ ദിവസം വരെയുള്ള എല്ലാ തീയും അണയ്ക്കും. എന്നിട്ട് ഓക്കുമരത്തിൻ്റെ കമ്പുകൾ കൊണ്ട് പുതിയ തീയുണ്ടാക്കി അതാണ് സൂക്ഷിക്കുന്നത്. ആ തിരുനാളിന് അല്ലെങ്കിൽ ആ ആഘോഷങ്ങൾക്ക് എല്ലാവരും ഒരുങ്ങവേ ഒരു മലയിൽ തീ കണ്ട് അവിടെ എത്തിയ രാജാവിൻ്റെ കിങ്കരന്മാർ അതിന് കാരണം ഈ പാട്രിക്കാണെന്ന് മനസ്സിലാക്കി രാജകൽപ്പന ലംഘിച്ച പാട്രിക്കിനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. രാജാവ് പറഞ്ഞു, ഈ തീയിലല്ല കാര്യം, മറിച്ച് സത്യദൈവം യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ കിങ്കരന്മാരിൽ ഒരാൾ വളരെയേറെ ആക്ഷേപത്തോടുകൂടി അതിനെതിരെ പുച്ഛിക്കുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്തു. അയാൾക്കുടനെ നെഞ്ചുവേദന വന്ന് അയാൾ പിടഞ്ഞു മരിച്ചു. രാജാവ് പേടിച്ചു പോയി. അപ്പോഴേക്കും സായാഹ്നമായി. താൻ തൻ്റെ ദൈവത്തെക്കുറിച്ച് പിന്നീട് നാളെ കൂടി വിവരിക്കാൻ അനുവാദം തരണമെന്ന് പാട്രിക് ആവശ്യപ്പെട്ടു. ഈ സംഭവ വികാസങ്ങൾ കണ്ട് പേടിച്ച രാജാവ് അവന് അതിനുള്ള അനുവാദം കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസം വരുന്ന ഈ പാട്രിക്കിനെ അപകടത്തിൽ കൊല ചെയ്യുന്നതിന് വേണ്ടി രാജാവിൻ്റെ കിങ്കരന്മാർ പദ്ധതിയിട്ടിരുന്നു. അവർ അതിനു വേണ്ടി ഒളിച്ചിരുന്നു. എന്നാൽ പാട്രിക്കും കൂടെയുള്ളവരും കടന്നു വന്നപ്പോൾ അതൊരു മാൻകൂട്ടം കടന്നു പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. പാട്ടുപാടിക്കൊണ്ടുവന്ന ഈ പാട്രിക്കിൻ്റെ സ്വരം കരഞ്ഞു പോകുന്ന മാൻകൂട്ടങ്ങളായിട്ടാണ് അവർക്ക് തോന്നിയത്. അവർ രാജാവിൻ്റെ സന്നിധിയിലെത്തി. രാജാവ് ഞെട്ടിത്തെറിച്ചു പോയി. രാജാവിനോട് ഈ വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും യേശുവിനെക്കുറിച്ച് അവൻ സംസാരിച്ചു. അപ്പോൾ രാജാവിൻ്റെ കിങ്കരന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അത്ഭുതം കാണിക്കാം, അതിനെ മറികടക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കുമോ? വെല്ലുവിളി സ്വീകരിച്ചു അവൻ. അങ്ങനെ ആ മന്ത്രവാദികളുടെ പ്രവർത്തന ഫലമായി അവിടെ മുട്ടൊപ്പം ഐസ് കട്ട പൊങ്ങി. ഐസ് വന്നാൽ ആ സ്ഥലമെല്ലാം മൂടപ്പെട്ടു. അപ്പോൾ പാട്രിക് പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലുമുള്ള വിനാശങ്ങൾ ഉണ്ടാക്കാനേ സാധിക്കൂ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ വേണം. അദ്ദേഹം ആ ഐസ് കട്ടയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ മൂടിക്കിടക്കുന്ന ആ പ്രദേശത്തിന് മുകളിൽ കുരിശടയാളം കൊണ്ട് അതിനെ ആശീർവദിച്ചു. ഉടനെ മഞ്ഞെല്ലാം ഉരുകിപ്പോയി. വീണ്ടും ദൈവത്തെ വിശ്വസിക്കാത്ത ഈ മനുഷ്യർ അവിടെയെല്ലാം തങ്ങളുടെ മന്ത്രവാദ ശക്തി കൊണ്ട് അവിടെയെല്ലാം അന്ധകാരം വരുത്തി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും പാട്രിക് പറഞ്ഞു, ഇതുപോലെ വിനാശകരമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, നന്മയൊന്നും നിങ്ങളുടെ ദൈവം ചെയ്യുന്നില്ല. അദ്ദേഹം വീണ്ടും ഒരു കുരിശടയാളമിടുകയും അന്ധകാരമെല്ലാം മാറിപ്പോയി അവിടെ പ്രകാശമയമാകുകയും ചെയ്തു. ഇത് കണ്ട് ദേഷ്യം വന്ന രാജാവ് അവനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും രാജ്ഞി മുന്നറിയിപ്പ് കൊടുത്തു, ഇത്രയും കാര്യങ്ങൾ അത്ഭുതകരമായ ഈ കാര്യങ്ങൾ ചെയ്ത ഈ മനുഷ്യനെ കൊന്നാൽ നിങ്ങൾക്ക് എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? പേടിച്ചു പോയ രാജാവ് അതിൽ നിന്നും പിന്മാറുകയും ധാരാളം ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. എന്നാലും പൂർണ്ണമായിട്ട് അയർലൻഡ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല. അവർ മനുഷ്യരെ
ബലി കഴിക്കുന്ന ആരാധനയിൽ മുഴുകി ജീവിച്ചവരാണ്. ഒരു ദിവസം അദ്ദേഹം ഈ ബലി നടക്കുന്ന സ്ഥലത്ത് വലിയ പ്രതിമകളുടെ മുന്നിലാണ് ഈ നരബലി അരങ്ങേറുന്നത്. ഈ ബിഷപ്പ് പാട്രിക് അദ്ദേഹം തൻ്റെ സഹായിയുമൊത്ത് അവിടെ എത്തിച്ചേർന്നു. അത് കണ്ട ആളുകളെല്ലാം അയാളുടെ കൂടെ കൂടി എന്നിട്ട് പറഞ്ഞു, ഈ ബാലനെയാണോ ബലി കഴിക്കാനായിട്ട് പോകുന്നത്? ഈ ദൈവത്തിന് ബലി കഴിച്ചാൽ വലിയ അനുഗ്രഹങ്ങളുണ്ട്. അത് കേട്ട അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സഹായിയായ ഈ ബാലൻ പേടിച്ചു പോയി. അദ്ദേഹം പാട്രിക്കിൻ്റെ കുപ്പായത്തിൽ ഒളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ദൈവം, നിങ്ങളുടെ ബലികൾ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഈ ദൈവത്തിന് യാതൊരു ശക്തിയുമില്ല. അത്യുന്നതനായിട്ടുള്ള കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ മുഴുവൻ ബലി കഴിച്ച ദൈവമാണ്. ആ വലിയ ബലിയുടെ മുന്നിൽ ഈ പ്രതിമകൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിച്ചു. അവർ അദ്ദേഹത്തെ, തങ്ങളുടെ ദൈവത്തെ ആക്ഷേപിച്ച അദ്ദേഹത്തിനെതിരെ വലിയ പ്രക്ഷോഭമുണ്ടാക്കി അദ്ദേഹത്തെ കൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ പാട്രിക് പറഞ്ഞു, ഞാൻ ഇവിടെ ഈ പ്രതിമയെ തച്ചുടച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഇത്രയും വലിയ ഭീമാകാരമായ പ്രതിമയെ തച്ചുടയ്ക്കുക അസാധ്യമാണ്. അവർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. പാട്രിക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അംശവടി കൊണ്ട്, ബിഷപ്പിൻ്റെ അംശവടിയാണ്, ബിഷപ്പായിട്ടാണല്ലോ ഇങ്ങോട്ട് അയച്ചത്, ഈ അംശവടി കൊണ്ട് ആ പ്രതിമയുടെ ഇടതുഭാഗത്തൊന്ന് തട്ടി. ആ പ്രതിമ തലയറ്റ് താഴെ വീണു എന്ന് മാത്രമല്ല, അതിനോട് കൂടെ ഇരുന്ന 8 വലിയ പ്രതിമകൾ അവയെല്ലാം താഴെ വീണ് ഛിന്ന ഭിന്നമായി. ആ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട് ജനങ്ങൾ അവനിൽ വിശ്വസിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത്, രാജാവിൻ്റെ പുത്രിയായ രാജകുമാരി അവനോട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയും ഈ രാജാവ്, അതായത് പാട്രിക് ആരാധിക്കുന്ന രാജാവ്, ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പാട്രിക്കിനോട് ആ രാജകുമാരി ചോദിച്ചു, നിങ്ങളുടെ ദൈവം സുന്ദരനാണ്? അവൻ പറഞ്ഞു, സുന്ദരനാണ്. നിങ്ങളുടെ ദൈവം മരിച്ചവനാണോ? മരിച്ചവനാണ്. നിങ്ങളുടെ ദൈവം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ മരിച്ചവൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? എല്ലാം അവൻ വിവരിച്ച് രാജകുമാരിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജകുമാരിയുടെ വിശ്വാസം വർദ്ധിക്കുകയും അവൾ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അതോടുകൂടി അയർലൻഡിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ, എല്ലാ ഭാഗവും തന്നെ ഈ വിശ്വാസ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. വലിയ വലിയ അത്ഭുതങ്ങളാണ് ഈ വിശുദ്ധനിലൂടെ അവിടുന്ന് സംഭവിച്ചു കൊണ്ടിരുന്നത്. ആ പ്രദേശത്ത് ഉണങ്ങി വരേണ്ട ഒരു സമയമുണ്ടായിരുന്നു. വെള്ളമില്ലാതെ ജനങ്ങൾ വളരെയേറെ ക്ലേശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ട് പാറയിലൊരു കുരിശ് വരച്ചു എന്നാണ് ഐതിഹ്യം. ആ പാറ പിളർന്ന് ഈ അയർലൻഡിന് ആവശ്യമായിട്ടുള്ള ജലം ആ പാറ പിളർന്ന് നൽകപ്പെട്ടു അത്രേ. അതുപോലെ തന്നെ വിഷമമിക്കുന്ന ഇഴജന്തുക്കളുടെ വലിയ ശല്യമുണ്ടായിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ എല്ലാ പാമ്പുകളും ഇഴജന്തുക്കളും ഇല്ലാതെയായി എന്നാണ് വിശ്വാസം. ഇന്നും അയർലൻഡിൽ പാമ്പിനെ കാണാൻ സാധിക്കില്ലത്രേ. കാരണം ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥന വഴി അവയെല്ലാം അപ്രത്യക്ഷമായി. അങ്ങനെ വലിയേറെ കൃപയോടെ, വലിയേറെ ചൈതന്യത്തോടു കൂടി പാട്രിക്കിന് അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് 200ഓളം ബിഷപ്പുമാരെയും 5000-ലധികം വരുന്ന പുരോഹിതന്മാരെയും അദ്ദേഹം വാഴിച്ചിട്ടുണ്ട്, അദ്ദേഹം അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോഴേക്കും ഒരു ദുഃഖവാർത്ത അദ്ദേഹത്തെ തേടിയെത്തി. ബ്രിട്ടനിലുള്ള പുരോഹിതന്മാർക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നേരായ വിധത്തിലല്ല പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ കാലത്ത് മാർപ്പാപ്പിയായിരുന്ന ലയോ മാർപ്പാപ്പയുടെ അടുത്ത് പാട്രിക് ചെല്ലുകയും സഭയെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. പാട്രിക്കിനോട് ലയോ മാർപ്പാപ്പ പറഞ്ഞു, അയർലൻഡിൻ്റെ സഭ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. നീ അതിൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കുക. ഇനിയും കൂടുതൽ വിശുദ്ധരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ സഭയെ വളർത്തുക. പിന്നീട് തൻ്റെ ജീവിതം മുഴുവൻ ഈ അയർലൻഡിൻ്റെ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ബലികഴിക്കുകയാണ്. അങ്ങനെ അസുഖം ബാധിച്ച് ഒത്തിരിയേറെ ത്യാഗജീവിതത്തോടു കൂടി ജീവിച്ച അദ്ദേഹം പിന്നീട് അസുഖം ബാധിച്ച് മരണമടയുമ്പോഴേക്കും വിശുദ്ധരെ വാർത്തെടുക്കുന്ന
ഒത്തിരിയേറെ വിശ്വാസികളെ വാർത്തെടുക്കുന്ന ഒരു മലർവാടിയായി അയർലൻഡിനെ മുഴുവൻ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചു. മറ്റ് രാജ്യങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പാഷണ്ഡതകളുണ്ടായപ്പോൾ അതിലൊന്നും പെടാതെ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം 100% കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വരുന്നതിന് പാട്രിക്കിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് സാധ്യമായത്. ഇന്നും അയർലൻഡിൻ്റെ സഭ വളരെയേറെ വിശ്വാസ സമ്പന്നതയിൽ നിലനിൽക്കാൻ കാരണം പാട്രിക് എന്ന ധീരനായ ബിഷപ്പിൻ്റെ പ്രവർത്തന ഫലമാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ വളരെ ആഘോഷപൂർവമായിട്ടാണ് അയർലൻഡുകാർ ആഘോഷിക്കുന്നത്. അന്ന് അയർലൻഡ് എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് അവധിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളരെയേറെ ജ്വലിപ്പിക്കുന്ന, നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങളെ ത്യാഗോജലമാക്കുന്ന ചിന്തകളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ഈ വിശുദ്ധൻ്റെ ജീവിതം മുഴുവൻ. അത് നമ്മുടെ ജീവിതത്തിലും ശക്തി പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.